ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു പെർഫ്യൂമിനെ പറ്റിയാണ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കേരളത്തിലെ പെർഫ്യൂം കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യയിലെ പെർഫ്യൂം കൾച്ചർ ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി 2 ടൈപ്പ് കൾച്ചറാണ് നമുക്ക് ശരിക്കും ഇവിടെ ഉള്ളത്. ഒന്നൊരു അറബിക് കൾച്ചർ. അറബിക് കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ്, ഒരു ഊത് ബേസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂംസ്, അല്ലെങ്കിൽ ഒരു വുഡി നേച്ചറുള്ള പെർഫ്യൂംസ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വുഡി പ്ലസ് സിട്രസ്, അല്ലെങ്കിൽ വുഡി പ്ലസ് സ്വീറ്റ്, വുഡി പ്ലസ് ഫ്രൂട്ടി, അങ്ങനെയുള്ള ഒരു കുറച്ച് തിക്കായിട്ടുള്ള പെർഫ്യൂംസ്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസിൻ്റെ കൾച്ചർ. അങ്ങനെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് പെർഫ്യൂംസ് ആണ് കേരളത്തിലെ ക്ലൈമറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ. കാരണം നമുക്കിവിടെ 35 തൊട്ട് 40 ഡിഗ്രി വരെ സെന്റിഗ്രേഡ് ചൂടുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അറബിക് ടച്ചുള്ളത്, വുഡി ടച്ചുള്ള പെർഫ്യൂംസ് എടുത്താൽ മാത്രമേ നമുക്ക് ലാസ്റ്റിങ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു കൾച്ചറാണ് നമുക്ക് ഇവിടെ കേരളത്തിലുള്ളത്. അത് കഴിഞ്ഞ പിന്നെ നമുക്കൊരു രണ്ടാമതൊരു കൾച്ചർ ഉള്ളത് വെസ്റ്റേൺ കൾച്ചർ, യൂറോപ്യൻ കൾച്ചർ. യൂറോപ്യൻ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും പെർഫ്യൂംസ് എല്ലാം വളരെ എന്താ പറയുക, സ്മൂത്ത് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. കൂടുതലും ഒരു സിട്രസ് ബേസ്ഡ് ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലോറൽ ബേസ്ഡ് ആയിരിക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും ആസ്വാദനം കുറച്ചും കൂടി കൂടുതൽ ഉള്ള പെർഫ്യൂംസ് ആണ് വെസ്റ്റേൺ കൾച്ചറിലുള്ള പെർഫ്യൂംസ്. കൂടുതലും പാർട്ടി വെയർ, ഇൻസൈഡ് ഓഫീസിന്റെ അകത്ത് ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ ടൈപ്പ് പെർഫ്യൂംസിന്റെ മെയിൻ പർപ്പസ് തന്നെ. കേരള ക്ലൈമറ്റിലെ പ്രശ്നം വെച്ചാൽ ഈ ചൂടത്ത് ആ പെർഫ്യൂംസ്, യൂറോപ്യൻ ക്ലൈമറ്റിലുള്ള പെർഫ്യൂംസ് കൂടുതൽ ലാസ്റ്റിങ് കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 2 hours 3 hours 4 hours ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ലാഭം. പക്ഷെ ഒരു ഫുൾ ടൈം AC, കാരണം അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂളിംഗ് ക്ലൈമറ്റ് ആണല്ലോ. ആ ഒരു ക്ലൈമറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഓഫീസിൻ്റെ അകത്ത് AC റൂമിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ലാസ്റ്റിങ് കിട്ടും. അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റിങ് കിട്ടാൻ പൊതുവെ പാടാണ്. എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, അല്ലാത്തതിനുള്ള എക്സെപ്ഷൻസ് 2 കേസിലും ഉണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആക്ച്വലി ഒരു വുഡി പെർഫ്യൂംസ് ആണ്, ഒരു അറബിക് പെർഫ്യൂമാണ്. രസാസിയുടെ റോയൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. എൻ്റെ സ്റ്റോറിലേക്ക് വരുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിച്ചാൽ സ്മെല്ല് നിൽക്കുന്ന പെർഫ്യൂം ഉണ്ടോ എന്നാണ് മിക്കവരുടെയും ചോദ്യം. ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ആൻസറാണ് ഈ രസാസിയുടെ റോയൽ ബ്ലാക്ക് എന്ന് പറയുന്ന പെർഫ്യൂം. ഈ അറബിക് പെർഫ്യൂംസ് എന്ന് പറയുമ്പോഴത്തേക്കും ജനറലി സംഭവിക്കാന്ന് പറഞ്ഞാൽ അതൊരു വുഡി പെർഫ്യൂം ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ലെതറി പെർഫ്യൂം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്മോക്കി പെർഫ്യൂം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പൈസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തിക്കായിട്ടുള്ള സിട്രസ് സ്മെല്ലായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആയിരിക്കാം. ഇതാണ് നോർമലി അറബിക് പെർഫ്യൂം. ഞാനത് നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു പെർഫ്യൂം അടിക്കുമ്പോൾ ആദ്യം നമുക്ക് ഫീൽ വരുന്നത് ഒരു തിക്കായിട്ടുള്ള ഒരു സിട്രസ് സ്മെല്ലാണ് ആദ്യമേ തന്നെ ഫീൽ വരുന്നത്. അത് കഴിഞ്ഞ് പയ്യെ വുഡിയിലേക്ക് കടക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴാണ് ആ മണം ഒന്ന് സ്മൂത്ത് ആവുക. ആദ്യമൊക്കെ നല്ല തിക്കായിട്ടുള്ള സ്ട്രോങ് സ്മെല്ലായിരിക്കും. അതിനൊന്ന് സ്മൂത്തായിട്ട് ഒരു ആസ്വാദനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും. അന്നേരം ഞാൻ ഈ പറഞ്ഞ 5 ഘടകങ്ങളുടെ ഒരു സമ്മിശ്ര രൂപമായിരിക്കും വരിക. നല്ല രസമായിട്ട് ആ സ്മെല്ലിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കോളും. ഏതാണ്ട് ഒരു രാവിലെ അടിച്ചു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു നൈറ്റ് വരെയും അതിൻ്റെ സ്മെല്ല് കിട്ടും. 100% ഷുവർ നമുക്ക് ഡേ ടൈം നമുക്ക് ആ പെർഫ്യൂമിൻ്റെ ലാസ്റ്റിങ് കിട്ടും. അങ്ങനത്തെ ഒരു പെർഫ്യൂം എല്ലാവരുടെയും ആ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ ആ പെർഫ്യൂമാണ് രസാസിയുടെ റോയൽ ബ്ലാക്ക് എന്ന് പറയുന്ന പെർഫ്യൂം. ആക്ച്വലി അതൊരു അറബിക് പെർഫ്യൂമാണ്. അത് നമ്മുടെ നാട്ടിൽ കിട്ടാനും അത്ര എളുപ്പമുള്ളൊരു പെർഫ്യൂം അല്ല, ബട്ട് അവൈലബിൾ ആണ്. ഞങ്ങളുടെ സ്റ്റോറിലും അതിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് അറിയേണ്ട പെർഫ്യൂംസ്, നിങ്ങൾക്ക് റിവ്യൂ ചെയ്യേണ്ട പെർഫ്യൂംസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരും എപ്പിസോഡുകളിൽ അതിനെപ്പറ്റി കൂടുതൽ റിവ്യൂസ് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ പെർഫ്യൂം ലവേഴ്സിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒക്കെ അതൊരു യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.